എല്ലാം നമ്മളോട് ഉദ്ദേശിച്ചതാണ്. അപ്പൊ അങ്ങനെ ഏകാഗ്രമായ ചിന്തയിൽ ജീവിക്കാൻ അല്ലാഹു തആല പറഞ്ഞെങ്കിൽ സ്വഹാബികളും റളിയല്ലാഹു അപ്രകാരം തന്നെ ജീവിച്ചവരാണ് സ്വഹാബ. ആ ഏകാഗ്രമായ ചിന്തയുടെ മനസ്സിനെ തളച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം നേട്ടങ്ങൾ കിട്ടി. അജയ്യമായ മനഃശക്തി ഉള്ളവരായിരുന്നു സ്വഹാബത്ത്. അതുകൊണ്ടാണല്ലോ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ക്ഷണിക്കുമ്പോ അന്ന് അംഗസംഖ്യയില്ല, അംഗബലമില്ല, സാമ്പത്തിക ശേഷി വീടെയും സ്വഹാബത്തിലേക്ക് വെറും ഈ ഏകാഗ്രമായ ഈമാനികമായ ശക്തിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഘട്ടത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാതെ ആയപ്പോൾ ശത്രുക്കളുടെ ആ ശത്രുവിനെ തട്ടാൻ വേണ്ടി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ യുദ്ധത്തിൽ പോകാൻ ക്ഷണിക്കുന്നു. നബി പറഞ്ഞു, പൊതു ഖജനാവിൽ നിന്ന് നിങ്ങൾക്കൊന്നും സഹായിക്കാൻ അല്ലാഹുവില്ല. നിങ്ങൾ യുദ്ധത്തിന് വരുന്ന ഭടന്മാർ ഓരോരുത്തരും ചെലവ് വഹിക്കണം. അവർ വാഹനം സ്വന്തം കാശ് കൊടുത്ത് വാങ്ങണം. ഭക്ഷണം അവർ സ്വന്തം വാങ്ങി കണക്കാക്കിക്കൊണ്ട് വരണമെന്ന് റസൂലുള്ളാഹി ആജ്ഞാപിച്ചപ്പോ ആ സ്വഹാബത്ത് സ്വന്തം കയ്യിലുള്ള കാശ് കൊടുത്ത് വാഹനത്തെ വാങ്ങി ഭക്ഷണ സാമഗ്രികൾ വാങ്ങി അപ്രകാരം തന്നെ ഇല്ലാത്ത കടം വാങ്ങിയിട്ടും അല്ലാതെയും ഒക്കെ സംഘടിപ്പിച്ചു. പക്ഷേ ഒരു വിഭാഗം സ്വഹാബത്തിന് യാതൊരു മാർഗമില്ലാത്ത ബലഹീനന്മാരായ വളരെ സാധുക്കളായ സ്വഹാബത്ത് നബിയും സ്വഹാബത്തും യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോ അവർ എന്തെങ്കിലും ദാനം ചെയ്യുന്ന ഘട്ടത്തിൽ തനിക്ക് എന്തെങ്കിലും അല്പം കിട്ടണേ ആശയോടുകൂടി ദരിദ്രന്മാരും ഭിക്ഷാടനക്കാരും വന്നുകൂടുന്ന പോലെ ആ പാവപ്പെട്ട സ്വഹാബത്ത് വന്നുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് ഈ യുദ്ധത്തിന് വരാൻ ആഗ്രഹമുണ്ട്, ഒരു കച്ചവടത്തിന് പോകാൻ ആഗ്രഹമുണ്ട് എന്നല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനസമ്പാദനത്തിന് പോകാൻ ആഗ്രഹമുണ്ട് എന്നല്ല, അതെന്തെങ്കിലും ഒരു ടൂർ പോകാൻ ഞങ്ങളുണ്ട് എന്നല്ല ഈ പറയുന്നത്. ജീവൻ ബലി കൊടുക്കാൻ, ജീവൻ ബലി അർപ്പിക്കാൻ, അല്ലാഹുവിന്റെ ആ ഏകത്വത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ഞങ്ങൾ ജീവൻ പോലും കളയാൻ തയ്യാറായി കൊണ്ട് സ്വഹാബത്ത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വാഹനം തരാൻ എന്റെ കയ്യിലില്ല, ഭക്ഷണത്തിനുള്ള പൈസ തരാൻ എന്റെ കയ്യിലില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് തിരിച്ചു പോകാം, മടങ്ങി പോകാമെന്ന് റസൂൽ പറഞ്ഞപ്പോ അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നു. ആ സഹാബത്ത് തിരിച്ചു പോകുമ്പോ ഖുർആൻ പറയാൻ യുദ്ധത്തിന് പോകാൻ സാഹചര്യമില്ലാതെ വന്നതിന്റെ പേരിൽ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചാണ് അവരവിടെ മടങ്ങിപ്പോയത്. ഇത്രയും വലിയ ഏകാഗ്രമായ മനസ്സിലാകുന്നത് ലോക ചരിത്രത്തിൽ കൊണ്ടെടുത്താണ്. ലോക ചരിത്രത്തിൽ എവിടെ ഏകാഗ്രതായത്തിന്റെ വിക്തഫലമാണ്. ഏകാഗ്രതായത്തിന്റെ വിക്തഫലമാണ്. അത് 100% അത് പരിപൂർണമായി മനസ്സിൽ പതിഞ്ഞപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ആ തൗഹീദ് അവർക്ക് ശരിക്കും പറഞ്ഞു, ഏകത്വം അവർ ശരിക്കും പറഞ്ഞപ്പോ അവർക്ക് പിന്നെ ഈ ലോകത്ത് ഒന്നും പ്രശ്നമല്ല, എന്തും അവർക്ക് സഹകരമല്ലാത്ത ഒരു കാര്യമില്ലെന്നായി, ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ലെന്ന അവസ്ഥയിലേക്ക് എത്തി സഹാബത്ത്. അവരധ്വാനിച്ചു, നേടാത്തവരുണ്ടോ? അവർ പഠിച്ചിട്ട് നേടാത്തവരുണ്ടോ? ഇല്ല, എല്ലാം നേടിയതല്ലേ സഹാബത്ത്. ആദ്യം തന്നെ സ്വന്തം ശരീരങ്ങളെയാണ് അവർ കീഴ്പ്പെടുത്തിയിരുന്നത്. ലോകത്തെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ്, സമൂഹത്തെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് അവർ കീഴ്പ്പെടുത്തിയത് സ്വന്തം ശരീരത്തെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട സന്തോഷം എന്തായിരുന്നു? ഈ ഏകാഗ്രമായ മനസ്സിൽ അള്ളാഹ് വെറുതെ ചിന്തിക്കലില്ല. അള്ളയല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ലാതില്ല, വേറൊന്നുമില്ല. ഈ കാണുന്ന ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. കാരണം എല്ലാ കുതിർന്ന് അള്ളാഹുവിന്റെ മാത്രമാണെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ചെറിയ പോണം.
പറഞ്ഞതുപോലെ ഉള്ളതെല്ലാം ഉള്ളതിന് മാറ്റമില്ല, ഉള്ളതിനോടുള്ളിലുണ്ടോറുള്ളത്. ഉള്ളതിന് മാറ്റമുണ്ട്, ഉള്ളതിന്റെ ഉള്ളിലുണ്ടോ ഉള്ളത്, ഉള്ളതിന്റെ ഉള്ളിലുണ്ടോ ഉള്ളത്. അതാണ് ഏകാഗ്രമായ ആ ചിന്താഗതി. ഈ ഏകാഗ്രമായ ചിന്താഗതി അവർക്ക് വന്നപ്പോ അവർ വിചാരിച്ചു ഏകാഗ്രതയിൽ മനസ്സ് നമ്മൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ നടക്കാൻ തോന്നില്ലാതെ പറഞ്ഞത് ആധുനിക മനഃശാസ്ത്ര സിദ്ധാന്തത്തിന്റെ അടിത്തറയായ ആദർശം എന്താണെന്നല്ലേ ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അതിന്റെ അടിസ്ഥാനമായ അതിന്റെ സിദ്ധാന്തം ആശയം ശ്രമിച്ചാൽ അസാധ്യമായി ഒന്നും ഇല്ല. ശ്രമിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല. ഇത് നമുക്ക് കണ്ട് ഭയങ്കര ശ്രമിച്ചാൽ അസാധ്യമൊന്നുമില്ല. ഇത്തരത്തിൽ പറഞ്ഞു നമ്മുടെ ശ്രമിച്ചാൽ അസാധ്യമാകുമല്ലോ, നീ പരിശ്രമിച്ചാൽ കിട്ടും. പരിശ്രമിച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രമായ ചിന്താഗതി വേണം, മനസ്സ് വേണം. പതറാത്ത ഏകത്വത്തിൽ മാത്രം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥമായ മനഃശക്തിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ വിചാരിച്ചാൽ അത് നടന്നിരിക്കും. ഞാൻ തരാം. അതാര് ചോദിക്കണം? ചോദിക്കണ്ടെന്ന് വെച്ചാൽ അർത്ഥം തന്നെ കിട്ടും. അല്ലാത്തവർക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയത് അള്ളാഹുവിന്റെ ഔദാര്യമായ കാര്യം കൊണ്ടാണ് നമ്മളൊക്കെ ചോദിക്കുമ്പോൾ തരണം. അല്ലാത്തതെന്ന് വെച്ചാൽ അള്ളാഹ കൊടുക്കുക ഔലിയാക്കന്മാരുടെ മഹത്വം വന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ഹുക്കൂഖുൽ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇബ്നു ആദം, ആദമിന്റെ മകനെ, എന്നെ നീ ഇബാദത്ത് കൊടുത്തു, നീ എന്നെ നീ അനുസരിച്ചോ. എന്നെ നീ അനുസരിച്ചാൽ ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എന്താണെന്നല്ലേ? നിന്നെ ഞാൻ നിനക്കും ഞാൻ തരും. എങ്ങനെ തരും അറിയാമോ? നീ അനല്ലദീ ഇദാ അറദ്തു ശൈഅൻ ഫഅഖൂലു ലഹു കുൻ ഫയകൂൻ. എന്റെ അവസ്ഥ എന്താണെന്ന് ആദമിന്റെ മകനെ നിനക്കറിയാമോ? ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആ വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ അപ്പോൾ തന്നെ അതുണ്ടാകും. എന്നാൽ നീ എന്നെ അനുസരിച്ചോ. അങ്ങനെ അനുസരിച്ചാൽ ഇദാ അറദ്ത ശൈഅൻ ഫതഖൂലു ലഹു കുൻ ഫയകൂൻ. നീ ഒരു കാര്യം ഉദ്ദേശിച്ചോ, ആ ഉദ്ദേശിച്ച സമയത്ത് അതിനോട് ഉണ്ടാകും നീ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അവസരങ്ങൾ ചെയ്തു ബോധവും നമ്മൾ പറയുന്നത്. അവസ്ഥയിലേക്ക് ഞാൻ ഈമാനിക ശക്തി കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖർറാ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വെല്ലുവിളിച്ചു. കഠോരമായ മാരകമായ വിഷം കൊടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തത് നിനക്ക് നിന്റെ അല്ലാഹുവിൽ അത്രമാത്രം വിശ്വാസമാണെങ്കിൽ, ആ റബ്ബ് നിനക്ക് ചോദിച്ചൊക്കെ തരുമെന്നാണ് നിന്റെ ഉറച്ച വിശ്വാസമാണെങ്കിൽ ഈ വിഷം നീ കുടിച്ചൊന്നും കാണിച്ചാൽ ഇത് നിന്നെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു കുഴപ്പമില്ല. അതെന്താണ്? ഏകാഗ്രമായ മനസ്സ് ശത്രുക്കളാൽ അർത്ഥപ്പെട്ടു വേണ്ടി എന്നാൽ അത്ര ഉറപ്പില്ലാത്തവരാണ് വിളിച്ചാലോ ഒരു 16 വട്ടപ്പെട്ട ശത്രു. അത് ഹറാം. അപ്പൊ ഹറാമായ കാര്യം ചെയ്യാൻ മാത്രം അത്രമാത്രം മനക്കരുത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഉറച്ച വിശ്വാസമാണ് അവിടെ പ്രകടമാകുന്നത്. ഉറച്ച വിശ്വാസം
വിശ്വാസമില്ലാത്ത ഒരു തന്നെ അവിടെ ധൈര്യം വരില്ല. നമുക്ക് ധൈര്യം വരാത്തത് കൊണ്ടാണ് നമുക്കാ എത്തുന്നില്ലെത്തണം. ഞാന് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവർക്കും അതേപോലത്തിലാകാൻ പറ്റും എന്നല്ല. പക്ഷേ ആധുനിക മനഃശാസ്ത്രത്തിന്റെ ജൽപ്പനങ്ങളോ അതിന്റെ പതനങ്ങളോ കേട്ട് പരിശുദ്ധ ദീനിൽ അങ്ങനൊന്നും ഇല്ലല്ലോ ചിന്തിക്കണ്ട. അവർ തന്നെ പല അത്ഭുതങ്ങളും കാണിക്കും, മേജിക് കൊണ്ട് കാണിക്കും, ഹിപ്നോട്ടിസം കൊണ്ട് കാണിക്കും, അതുകൊണ്ട് കാണിക്കും. അതെന്താ? അവർ വർഷങ്ങളോളം അധ്വാനിച്ച് പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ആ വിൽ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക മുറകളും അതിന് ചില പ്രത്യേക മുറകളും. അശോക ചക്രം എന്ന ശക്തോടെ ഒരു അതിലേക്ക് നോക്കിയിരിക്കും, വേദിയുടെ വെട്ടത്തിലേക്ക് നോക്കിയിരിക്കും. ശ്വസനക്രമങ്ങൾ അത് നിയന്ത്രിച്ചുകൊണ്ട് അതിനെ ആവർത്തിക്കണം. ദിവസങ്ങളോളം മാസങ്ങളോളം ഇത് പരിശീലിച്ചുകൊണ്ടാണ് ഇവർ ഈ മനഃശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ആകത്തുക വാദിച്ചുകൊണ്ട് വരുന്നത് എങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പുത്തിരിയല്ല, അത്ഭുതകരമായ കാര്യങ്ങളല്ല. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത മഹത്തായ ആ സിദ്ധാന്തങ്ങളെ ക്രമീകരിച്ചുകൊണ്ടും ഏകീകരിച്ചുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട തസവ്വുഫുലമാക്കളായ സൂഫികൾ ഈ മഹത്തായ ഈ തരീഖത്ത് സമ്പ്രദായം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഈ ഏകാഗ്രമായ സിദ്ധാന്തം അപ്പൊ സ്വഹാബത്തിന്റെ കാലത്ത് അതായി നിലക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ കർമ്മശാസ്ത്രം സ്വഹാബത്തിന്റെ കാലത്ത് കർമ്മശാസ്ത്രം എന്ന നിലക്ക് ക്രോഡീകരിക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ ഹദീസിന്റെ ഭാഗം ഹദീസ് എന്ന നിലക്ക് സ്വഹാബത്തിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകാലത്താണ് വാസ്തവത്തിൽ ഹദീസിന്റെ തന്നെ ക്രോഡീകരണം ഉണ്ടായത്. അതുപോലെ തന്നെ പിന്നീടാണ് കർമ്മശാസ്ത്രത്തിന് ക്രോഡീകരണം ഉണ്ടായത്. എന്നതുപോലെ തന്നെ ഇത് 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല ദശകത്തിലാണ് ബഹുമാനപ്പെട്ട ഇൽമു തസവ്വുഫിന് ക്രോഡീകരണം ഉണ്ടായത്. ഈ ഉലമാക്കൾ മുഴുവനും ഇതിന്റെ തത്വങ്ങൾ പഠിച്ചതും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നായിരുന്നു. ആ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ശക്തി ഉണ്ടായത്? ഈ ഏകാഗ്രതായത്തിൽ അവർ 100 പേരി വിളഞ്ഞതാണ്. അത് 100 പേരി വിളയാൻ കാരണം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിൽ കണ്ടത് റസൂലുള്ളാഹിനെ കണ്ടതിന് പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹിനെ കണ്ടതിൽ പഠിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വഹാബികൾക്ക് പ്രത്യേകത ഉണ്ടായത്. റസൂൽ പറഞ്ഞില്ലേ, മൻ സബ്ബ സ്വഹാബി, എന്റെ സ്വഹാബികളെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ